ൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക വലിയൊരു സുഹൃതമാണ്. എന്നിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും പറവകളെയും ഇഴജന്തുക്കളെയും ഒക്കെ വിളിച്ചൊന്ന് സൽക്കാരം കൊടുക്കായിരുന്നു. ഇപ്പൊ ദുനിയാവ് അവരെ കയ്യിൽ കിട്ടുമ്പോ അവരാഗ്രഹം അതാണ്, നന്നായി ഭക്ഷണം കൊടുക്കുക. മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമ്മിൽ നിന്ന് പിശുക്ക് എന്ന് പറയുന്ന രോഗം നീങ്ങിക്കിട്ടാൻ വലിയൊരു മാർഗമാണത്. പിശുക്ക് വലിയ രോഗമാണ്, അത് നീങ്ങിക്കിട്ടാൻ ഔലിയാക്കളുടെ വലിയൊരു മാതൃകയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. പാവങ്ങൾക്ക് വലിയ ഒത്താശ ചെയ്ത് ജീവിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അവർ ഖത്മ് തീർത്തത് വിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറവുള്ളൊരു വിഷയമാണ് ഖുർആന് ഖത്മ് തീർക്കുന്നത്. റമളാനിൽ പോലും പലരും ഖുർആനിന്റെ ഖത്മ് ഓതിയെത്തുന്നില്ല. ഔലിയാക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഖുർആന് ധാരാളം ഖത്മ് തീർക്കുന്നവരാണ് എല്ലാ ഔലിയാക്കളും. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഒരു മാസമാകുമ്പോഴേക്ക് 5ഉം 6ഉം ഒക്കെ ഖത്മ് തീർക്കുന്നവരാണ്. ഒരൊറ്റ കാലിൽ നിന്നിട്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ഖത്മ് തീർത്തത്. ഒരു കാലിൽ നിന്നിട്ടാണ് മറ്റേ കാല് നല്ലോണം ഉറപ്പിക്കാതെ കുറച്ച് അയവാക്കി വെക്കും, ഉറക്കം വരാതിരിക്കാൻ. ഖുർആന് ഖത്മ് തീർക്കുകയാണ്. പലരും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ പറയുമ്പോ മഹാനവറുകളെ പരിഹസിക്കാറുണ്ട്. മുഅ്മിനീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്റെ അടിമ ഫർളൊക്കെ നിർവഹിച്ച ശേഷം, ആദ്യം ഫർള് നിർവഹിക്കണം. ഫർളാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത്. ഫർളിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഫർളിൽ വിട്ടുവീഴ്ച വരുത്തുന്ന ഒരാളും ഒരു കാലത്തും ഔലിയാവില്ല, അങ്ങനെ കരുതണ്ട. ഔലിയാക്കളൊപ്പം അയാളെ ചേർക്കാനും കൂടി പറ്റൂല. ഫർളുകൾ വളരെ കൃത്യമായി നിർവഹിക്കണം. നിസ്കാരമടക്കമുള്ള ഫർളുകൾ വിട്ടുവീഴ്ച വരുത്താതെ നിർവഹിക്കണം. പിന്നെ സുന്നത്തുകൾ ധാരാളം ചെയ്യണം. ആ സുന്നത്തുകൾ അങ്ങനെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഇഷ്ടം നൽകും. ഫൈദാ ഹബ്ബതുഹു, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കേൾവി ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജിലഹു അല്ലതീ യംശീ ബിഹാ. നടക്കുന്ന കാല് ഞാനാകും, പിടിക്കുന്ന കയ്യ് ഞാനാകും എന്ന് പറഞ്ഞാൽ ദൂരവ്യത്യാസമില്ലാതെ, മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ, കാരണങ്ങൾ ഉപയോഗിക്കാതെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അല്ലാഹു എളുപ്പം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഖദമിഹി അലാ റഖബാത്തിൽ ഔലിയാ, എന്റെ കാൽപാദം ശേഷമുള്ള എല്ലാ ഔലിയാക്കളുടെയും പെരടിക്ക് മുകളിലാണ്. അത് പറഞ്ഞ സമയത്ത് ഇപ്പുറത്ത് ഉമ്മബീദ ഗ്രാമത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തലതാഴ്ത്തി കൊടുക്കുകയാണ്. ശിഷ്യന്മാർക്കിടയിൽ തലതാഴ്ത്തിയിട്ട് ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഈ ചെറിയ അഹ്മദും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്താ പറഞ്ഞത്? ഒന്ന് വല്ല മക്കളെ, ബഗ്ദാദിൽ വെച്ച് ഇന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ശേഷം വരുന്ന എല്ലാ ഔലിയാക്കളുടെയും വലിയ നേതൃപദവിയിലേക്ക് മഹാനവറുകളെ ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയത് ഇന്ന് ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചു. ബഗ്ദാദിൽ നിന്ന് എത്രയോ അകലമുണ്ട് ഉമ്മു അബീദ ഗ്രാമത്തിലേക്ക്. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങളൊന്നും വേണ്ട അവർക്കൊരാളെ കേൾപ്പിക്കാൻ, നമ്മുടെ ഉപകരണങ്ങളൊന്നും വേണ്ട അവർക്ക് ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ. മദീന പള്ളിയിൽ വെച്ച് ഖുതുബ ഓതുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോ സൈന്യങ്ങളുടെ നേതാവായി പോയ സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹു പോയത് നഹാവന്ദിലേക്കാണ്. മദീനയിൽ നിന്ന് ഏകദേശം 1500 മൈൽ അപ്പുറമാണ്. നഹാവന്തിൽ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാണണമെന്ന് അവർ ഉദ്ദേശിക്കുമ്പോഴേക്ക് മറകളും തടസ്സങ്ങളും ദൂരങ്ങളും വ്യത്യാസമില്ലാതെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്.
അവരെ കണ്ണും നമ്മളെ കണ്ണും വലിയ വ്യത്യാസത. നമ്മൾ ഈ ഇരിക്കുന്ന എന്നെ നേർക്കേരെ കാണുന്നില്ല, എന്നിട്ടല്ല ഇതിന്റെ അപ്പുറം അവര് നേരെ കാണും. കാണാൻ അവരുദ്ദേശിക്കുന്നതൊക്കെ കാണും. ഒരാളെ കൽബാണോ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്, അതവർ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതുകൊണ്ടാണ് ഔലിയാക്കൾക്കൊക്കെ അതിബ്ബാ ഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ വൈദ്യന്മാർ, ഹൃദയത്തിന് ചികിത്സ കൊടുക്കുന്ന ഡോക്ടർമാരെന്ന് പേര് വെച്ചത്. അവിടെയാണല്ലോ കാര്യമായിട്ട് ചികിത്സ വേണ്ടത്. ഹൃദയത്തിലെ രോഗങ്ങൾ മാറിയാൽ പിന്നെ ആൾ ഉഷാറായില്ലേ. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ദുഷ്കരമായ അവസ്ഥകൾ നോക്കി ചികിത്സിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയ ചികിത്സയാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലൊരു ഡോക്ടർ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്നറിയില്ല, ശബ്ദം കേട്ടിട്ട് അവർ മരുന്ന് ചെയ്തു. പ്രഗത്ഭന്മാരാണ്. പരിശോധിച്ച് നോക്കിയിട്ട് എന്താ രോഗം എന്നും ചോദിച്ചിട്ട് മരുന്ന് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. ഇന്നിപ്പോ അങ്ങനെ, നിങ്ങൾക്ക് എന്താ രോഗം, എനിക്ക് ഇന്ന രോഗമാണ്, അതിന് മരുന്ന് ചെയ്തു. മരുന്ന് ചെയ്താൽ അവർക്ക് അറിയുന്നുള്ളൊരു ഒരു മഹത്വമുണ്ട്, അത് ശരിയാണ്. പക്ഷെ മുമ്പ് അങ്ങനല്ല, മുമ്പ് ശബ്ദം കേട്ടിട്ട് മരുന്ന് ചെയ്തു. അപ്പൊ ശബ്ദം കേട്ട് മരുന്ന് ചെയ്താന്ന് പറഞ്ഞാൽ ആ മരുന്ന് കറക്റ്റാണ്. ആ എന്താണോ അയാൾക്കുള്ള രോഗം അത് ശബ്ദത്തിലൂടെ പുറത്ത് വെളിവാകും. ശബ്ദം കേട്ടാൽ അറിയല്ലോ ക്ഷീണം എങ്ങനെയാണ്, ഏത് ഭാഗത്താണ് ക്ഷീണം എന്ന് ശബ്ദത്തിന്റെ രൂപം അനുസരിച്ച് അയാൾക്ക് അറിയും. അങ്ങനെ മുമ്പൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ മകൻ ഈ ബാപ്പാന്റെ കൂടെ കൂടിയിട്ട് ഈ വിദ്യകളൊക്കെ പഠിക്കുക. ബാപ്പ ഒരു ദിവസം വല്ലാതെ ചുമ കൊണ്ട് കുരച്ചപ്പോ ഈ മകനൊരു മരുന്ന് എഴുതി കൊടുത്തു. അപ്പൊ ബാപ്പ പറഞ്ഞു, ഇനി നീ എന്റെ കൂടെ ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് മരുന്ന് എഴുതിക്കോ. കാരണം നീ പഠിച്ചു കഴിഞ്ഞു, തഹ്ശീലായി കഴിഞ്ഞു. നിനക്കിപ്പോ എന്റെ കൂറ്റ് കേട്ട് ഞാൻ ഇങ്ങനെ കുരച്ചപ്പോ ആവർത്തിച്ച് ചുമ ഒന്ന് കുരച്ചപ്പോ എനിക്ക് മരുന്ന് എഴുതിയില്ലേ, ഇനി നീ ജനങ്ങളെ പോയി ചികിത്സിച്ചു. എന്നാൽ ഔലിയാക്കള് അവർ നമ്മുടെ കൽബ് നോക്കിയാണ് ചികിത്സിക്കുന്നത്. കൽബ് നോക്കി ചികിത്സിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്ക്, ദൂരം നോക്കിയിട്ട് സാരിയാ റളിയല്ലാഹുവിനെ വിളിക്കുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഖുതുബക്ക് വന്ന ആൾക്കാർ ചിന്തിക്കുന്നു ഖുതുബന്റെ ഇടയിൽ എന്താ ഒരു വർത്തമാനം. മുന്നിലിരിക്കുന്ന സ്വഹാബത്തും അല്ലാത്തവരും ചിന്തിക്കുന്നു, പടച്ചോനെ മിമ്പറിൽ വെച്ച് ഖുതുബന്റെ ഇടയിൽ സാരിയത്ത് ബിൻ ഹസൻ റളിയല്ലാഹുവിനെയാണല്ലോ വിളിച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് മഹാനവർകൾ അവിടെ നിന്ന് മദീനയിലെത്തി. ചോദിക്കുന്നു, സാരിയാ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കേട്ടോ? സാരിയത്ത് ബിൻ ഹസൻ തങ്ങൾ പറയുന്നു, ആ വിളിയില്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ